Happy Vishu. So who is hosting this? നമസ്കാരം, ഞാനാണ് ആക്ച്വലി ഷിബു ഹോസ്റ്റിയാണ്. ഷിബുവിന് ഒഫീഷ്യൽ വർക്ക് ഉള്ളതുകൊണ്ട് ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോ. Okay, good. So do you know me? പ്രയർ തുടങ്ങാം. Yes sir. Okay, glad. Thank you. കുമ്മനം രാജശേഖരൻ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അതാ ഞാൻ വെയിറ്റ് ചെയ്ത് പ്രയറിന്. Okay, wonderful. എല്ലാരും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിട്ട്. നമസ്കാരം. നമസ്കാരം. എവിടെ നോക്കിയോ നമസ്കാരം വരുന്നു. കുട്ടികള് ഇപ്പൊ തൽക്കാലത്തേക്ക് അവരവരുടെ മൈക്ക് ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കേണ്ടപ്പോ മാത്രം മൈക്ക് ഓൺ ചെയ്യുക കേട്ടോ. ഓക്കെ ഓക്കെ. മുരളിച്ചേട്ടൻ, ഹലോ. മുരളിച്ചേട്ടൻ ഒരു ഇൻട്രൊഡക്ടറി സ്വാഗതം. ഈ പരിപാടിയില് നമ്മളെ അഭിസംബോധന ചെയ്യാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമായിട്ട് നമ്മുടെ പണ്ട് ഡൽഹിയില് സ്ഥിരമായിട്ട് പലതരം പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്ന ഡോക്ടർ ശിവകുമാർ സയന്റിസ്റ്റാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്മനം രാജേട്ടൻ എത്താമെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹവും എത്തുന്നുണ്ടാവും. നമുക്ക് ആദ്യം ഏറ്റവും ഇന്നത്തെ ഈ പരിപാടി അനുഗ്രഹീതമാക്കി തന്നിട്ടുള്ള ഡോക്ടർ ടി.പി. ശശികുമാർ സാറ് പഴയ ആളുകൾക്കൊക്കെ അറിവുള്ളതാണ്. അദ്ദേഹം കുറച്ചു കാലം മുമ്പാണ് ഡൽഹിയിൽ നിന്ന് താമസം മാറ്റിയത് ഹൈദരാബാദിലേക്ക്, സെക്കന്ദരാബാദിൽ ചെന്നതിന് ശേഷം
അദ്ദേഹം അവിടെ ഒരു ബാലഗോകുലം തുടങ്ങി. ഇപ്പൊ അത് അവിടെ 3-4 ബാലഗോകുലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഞാനും പോയിട്ട് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ നമുക്ക് ശശികുമാർ സാറിന്റെ മാർഗദർശനം വിഷു സന്ദേശം കേൾക്കാം. നമസ്കാരം സുരേഷ്. ഞാനും സുരേഷും ഒക്കെ ആയിട്ടുള്ള ബന്ധം കുറെ കൊല്ലങ്ങൾക്കുള്ളതാണ്. ഞാൻ താമസിച്ചിരുന്നത് ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിളിന്റെ തൊട്ടടുത്താണ്. അവിടെ ഇരുന്ന് എഴുതിയ കവിതകളും ഒക്കെ എൻ്റെ ഡൽഹിയിലെ ഓർമ്മകളാണ്. ബിലായിലും മീററ്റിലും ഒക്കെ പോയിട്ട് ബാലഗോകുലം തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് ബാലഗോകുലം സുരേഷ് പറഞ്ഞ പോലെ തുടങ്ങിയത് എൻ്റെ വീട്ടിൽ വെച്ചാണ്. ഇപ്പൊ 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. 3000-ലധികം പേരൊക്കെ പങ്കെടുത്തിട്ടുള്ള യൂത്ത് പ്രോഗ്രാംസ് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോ ഫേസ്ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും 4 മണി മുതൽ 5 മണി വരെ, ഇപ്പോ 5 മണിക്ക് തീർന്ന ഉടനെയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ലൈവായിട്ട് ഭാരതീയ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇന്നലെ പറയായിരുന്നു, ഈ യുഗപ്പിറവി എന്ന് പറയുന്ന, നമ്മുടെ മക്കളൊക്കെ അറിയണം, ഉഗാദി എന്ന് പറയുന്നതും ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലും ലൂണാർ കലണ്ടർ ആയാലും സോളാർ കലണ്ടർ ആയാലും അതൊക്കെ ഫോളോ ചെയ്യുന്ന ഭാരതത്തിലെ ഡിഫറെന്റ് കലണ്ടേഴ്സ് ഒക്കെ യുഗപ്പിറവികളാണ്. ആ യുഗപ്പിറവിയാണ് വർഷമായിട്ട് മാറിയത്. അത് തന്നെയാണ് നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ചും. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ സംശയം ഉണ്ടാവും, നമ്മുടെ വർഷം തുടങ്ങുന്നത് മാർച്ച് ഏപ്രിലൊക്കെ അല്ലേ, ഇംഗ്ലീഷ് വർഷം തുടങ്ങുന്നത് ജനുവരി ആണല്ലോ എന്ന്. ഏതെങ്കിലും കുട്ടിക്ക് ഉത്തരം പറയാമോ? ഇംഗ്ലീഷ് വർഷം തുടങ്ങുന്നത് ഏത് മാസ? അത് തെറ്റാ. ഇംഗ്ലീഷ് വർഷം ശരിക്ക് തുടങ്ങുന്നത് മാർച്ചിലാണ്. അതുകൊണ്ടാണ് മാർച്ചിൽ 31, ഏപ്രിൽ 30, അങ്ങനെ കണക്ക് കൂട്ടി അവസാനം ഡിസംബർ 30, ജനുവരി 31, ബാക്കി വന്ന ദിവസങ്ങളൊക്കെ കൂട്ടിയിട്ട് ഫെബ്രുവരിയിലിട്ടത്. കുറച്ച് കുറഞ്ഞു പോയി, 27-28 ദിവസമൊക്കെ ഉള്ളൂ ബാക്കി. അതല്ലെങ്കിൽ ഫെബ്രുവരിക്ക് ബാക്കി ദിവസം കൊടുക്കാൻ അർത്ഥമുണ്ടോ? 9ാമത്തെ മാസം ഏതാ? സെപ്റ്റംബർ. സപ്തം എന്ന് പറഞ്ഞ 7 അല്ലേ? ഡിസംബർ എന്ന് പറയുന്നത് എത്രാമത്തെ മാസ? 12ാമത്തെ. 12ാമത്തെ മാസല്ലേ ഡിസംബർ? ദശം എന്ന് പറഞ്ഞാൽ 10 അല്ലേ? നവംബർ എന്ന് പറഞ്ഞാൽ 11ാമത്തെ മാസല്ലേ? നവം എന്ന് പറഞ്ഞ 9 അല്ലേ? അപ്പൊ എല്ലാ മാസങ്ങളിലും ഒരു 2ന്റെ ഡിഫറൻസ് കാണാം. കാണുന്നുണ്ടോ ഇല്ലയോ? മാർച്ചിലാ തുടങ്ങുന്നുണ്ടെങ്കിലോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വരും. സെപ്റ്റംബർ 7ാമത്തെ മാസമാവും, ഡിസംബർ 10ാമത്തെ മാസമാവും. പിന്നെ എങ്ങനെയാ ഈ മാറ്റം വന്നത്? എപ്പോഴെങ്കിലും ഗൂഗിളിൽ സമയം കിട്ടുകയാണെങ്കിൽ പോയി തപ്പി നോക്കണം, ആരാണ് ഓഗസ്റ്റും ജൂലൈയും മാസങ്ങളായിട്ട് ആഡ് ചെയ്തത് എന്ന്. ജൂലിയസ് എന്ന് പറയുന്ന രാജാവ് 10 മാസം എന്നുള്ളതിനെ 12 മാസം ഇംഗ്ലീഷ് കലണ്ടറിലേക്ക് മാറ്റാൻ വേണ്ടി 7ാമത്തെയും 8ാമത്തെയും മാസം പിന്നെ ഇൻസേർട്ട് ചെയ്തതാണ്. ഇപ്പൊ നല്ല സമയമുള്ള സമയമാണ് കുട്ടികൾക്കൊക്കെ. ഇപ്പൊ ഓരോ ദിവസം, ഇന്നത്തെ ദിവസം വിഷു ആഘോഷിക്കുമ്പോൾ വിഷുവിനെ കുറിച്ചുള്ള ചരിത്രം, യുഗത്തെക്കുറിച്ചുള്ള ചരിത്രം, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് കലണ്ടറും മലയാളം കലണ്ടറും ഭാരതീയ കലണ്ടറും തമ്മിൽ എന്തുകൊണ്ടാണ് വ്യത്യാസം? ഓക്കെ, മലയാളം കലണ്ടറിൽ ഇതേതാ വർഷം?
ഓക്കെ, എപ്പോഴാ 1196 ആവുക? ആരാ പറഞ്ഞത്? ആ കുട്ടിക്ക് എൻ്റെ വക ഒരു സമ്മാനം. അത് കുട്ടിയായാലും അച്ഛനായാലും. ഓക്കെ, എപ്പോഴാ 1196 ആവുക? ചിങ്ങത്തില്. അപ്പൊ നമ്മുടെ കൊല്ലം തുടങ്ങുന്നത് ചിങ്ങവർഷാണോ, ചിങ്ങത്തിലാണോ, ചിങ്ങമാസാണോ? ഓക്കെ, നമ്മുടെ മലയാള വർഷത്തിന് എന്താ വിളിക്കുക നമ്മള്? കൊല്ലവർഷം. കൊല്ലം എന്ന് പറഞ്ഞ വർഷം എന്നാണോ അർത്ഥം? ഇതേതാ കൊല്ലം? ഓക്കെ, കൊല്ലം എന്ന് പറഞ്ഞ വർഷമാണെങ്കിൽ കൊല്ലവർഷം എന്ന് പറയൂ ആരെങ്കിലും? അപ്പൊ കൊല്ലം കൊല്ലം എന്നല്ലേ പറയണേ, അല്ലെങ്കിൽ വർഷാവർഷം എന്നല്ലേ പറയണേ? രണ്ടിനും ഒരേ അർത്ഥം ഉണ്ടാവുമോ? ഓക്കെ, എന്തുകൊണ്ടാ മലയാള വർഷത്തെ കൊല്ലവർഷം എന്ന് പറയുന്നത് അറിയോ? കൊല്ലത്ത് വെച്ച് ശങ്കരാചാര്യർ തുടങ്ങിയത് കൊണ്ടാണ്. കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ കേരളത്തിൽ, കൊയിലോൺ. കൊല്ലത്തുള്ളത് കണ്ടുപിടിച്ചിട്ടല്ല, കൊല്ലത്ത് വെച്ചാണ് ശങ്കരാചാര്യർ മീറ്റിംഗ് വിളിച്ചിട്ട് ഇന്നു മുതൽ മലയാള വർഷം തുടങ്ങണം. അത് പറഞ്ഞത് ചിങ്ങമാസാണ്. ഓക്കെ, അപ്പോ ഇത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 6 മാസം കഴിയുമ്പോഴാണ് കൊല്ലവർഷം തുടങ്ങുക. ഈ മേടത്തിനും ചിങ്ങത്തിനും പ്രാധാന്യമുള്ളത് എന്താ അറിയോ? മേടമാസത്തിൽ നമുക്ക് നെല്ല് മൂർന്നെടുക്കാൻ പറ്റും. വിത്തിടുന്നതും ഈ സമയത്ത് തന്നെയാണ്. അടുത്ത വിളക്കുള്ളത് 2 വിളയെടുക്കും. നെല്ലിന്റെ കാലം, ഒരു ചെടി നട്ടാൽ നെല്ല് മണ്ണിലിട്ടാൽ അത് വളർന്ന് നെല്ലായി മാറാൻ എത്ര മാസം വേണം? 6 മാസം വേണം. അപ്പോ ഏപ്രിൽ ഇട്ടാൽ സെപ്റ്റംബറിൽ മൂരാം, നെല്ലെടുക്കാം. മൂർന്നെടുക്കുക എന്നാ പറയാ, ഹാർവെസ്റ്റിംഗ്, റീപ്പിംഗ്. അപ്പോ റൈപ്പായിട്ടുള്ള റൈസ് റീപ്പ് ചെയ്തെടുക്കാൻ, അത് വിളവെടുക്കണമെങ്കിൽ 6 മാസം വേണം. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? വിത്തിടണം. ഈ സമയത്തിന്റെ പേരെന്താണ്? വിത്തിടേണ്ട സമയമാണ്, നെല്ല് വിത്തിടേണ്ട സമയമാണ്. വിഷുവിന്റെ ഒരു പക്ഷിയുണ്ട്, അറിയോ? വിഷുപക്ഷി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും വിഷുപക്ഷിയെ കണ്ടിട്ടുണ്ടോ? അതിനെ മേടപ്പക്ഷി എന്നും പറയും. മേടപ്പക്ഷി അല്ലെങ്കിൽ വിഷുപക്ഷിയെ കണ്ടിട്ടുണ്ടോ? ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കുക, അപ്പൊ കാണാം. ഇന്ത്യൻ കുക്കു, കുയിലാണ്, കുയിലിന്റെ പേരാണ് ഇന്ത്യൻ കുക്കു എന്നാണ് ആ കുയിലിന്റെ പേര്. ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ് അത്. കേരളത്തിലാണ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നത്. വിഷുപ്പാട്ട് കേട്ടിട്ടുണ്ടോ? വിഷുപക്ഷിയുടെ ഇന്ന് പാടേണ്ട പാട്ടാണ്. ഇന്ന് കുയിലുകൾ പാടുന്നത് ശ്രദ്ധിച്ചാൽ എന്താ പാട്ട് പാടേണ്ട പറയോ? വിഷുപക്ഷി പാടുന്ന പാട്ട് എന്താ അറിയോ? വിഷുവിന് വന്ന് പാടുന്ന പക്ഷിയാണ് വിഷുപക്ഷി. അതെന്താ പാടുക അറിയോ? നല്ല ചക്ക ഉണ്ടാവുന്ന സമയം ഇപ്പൊ നാട്ടിലൊക്കെ, ചക്കയും മാങ്ങയും. ചക്കക്കുപ്പുണ്ടോ വിത്തും കൈക്കോട്ടും. ബാക്കി അച്ഛൻ കൊമ്പത്ത്, പിന്നെ അമ്മ വരമ്പത്ത്. പാടി ചെമ്പോത്ത്. എന്താ പാടിയത് ചെമ്പോത്ത്? വിത്തും കൈക്കോട്ടും. അപ്പൊ ഇന്ന് നമ്മളെ പഴയ പാട്ടുകളൊക്കെ നമ്മുടെ ചരിത്രം പറയുന്ന പാട്ടുകളായിരുന്നു. മണ്ണിനെ മുത്താറായല്ലോ എന്നാണ്. വെക്കം വന്നോളൂ, കൊത്താൻ നേരായി, മണ്ണിനെ മുത്താറായല്ലോ എന്നൊക്കെയാണ്. നമ്മൾ മണ്ണ് തൊടേണ്ട സമയമായി. ഇപ്പൊ വിത്തിട്ടാൽ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ വരും. ആ മഴ കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്കും വിത്ത് മുളച്ച് നെല്ലായിട്ട് മാറാൻ സാധിക്കും. അങ്ങനെ ഹാർവസ്റ്റ് സീസണിൽ ഓണത്തിന്റെ സമയത്ത് നമുക്ക് വിളവെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഉത്സവങ്ങളൊക്കെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്.
എല്ലാ ഉത്സവങ്ങളും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടില്ല. അപ്പൊ ഭാരതീയമായിട്ടുള്ള കൾച്ചറും ഭാരതീയമായിട്ടുള്ള സംസ്കാരവും ഒക്കെ പഠിക്കണമെങ്കിൽ എന്ത് പഠിക്കണം? ഓരോ വർഷത്തിൽ വരുന്ന എല്ലാ വിളവെടുപ്പ് ഉത്സവമായാലും നമ്മുടെ ആഘോഷങ്ങളുടെയൊക്കെ ചരിത്രം പഠിച്ചാൽ മതി. നമ്മുടെ കൃഷിയെക്കുറിച്ച് പഠിക്കാൻ പറ്റും, നമ്മുടെ പക്ഷികളെ കുറിച്ച് പഠിക്കാൻ പറ്റും. എല്ലാ സംഭവങ്ങളും പഠിക്കണമെങ്കിൽ, നമ്മുടെ ചരിത്രം പഠിക്കണമെങ്കിൽ നമ്മുടെ നാടിനെ കുറിച്ച് പഠിച്ചാൽ മതി. ഡൽഹിയിൽ ഏറ്റവും തണുപ്പുള്ള കാലത്ത് തണുപ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവം ഉണ്ട്. അതാണെന്നറിയോ? നമ്മുടെ തണുപ്പ് മാറി ചൂട് മാറി തണുപ്പിലേക്ക് വരുമ്പോൾ ഭക്ഷണത്തിന്റെ രീതി മാറും. ഭക്ഷണത്തിന്റെ രീതി മാറുമ്പോൾ കുറേ ഭക്ഷണം കഴിക്കാൻ തോന്നും. ആ കുറേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ മോള് പറഞ്ഞിട്ടുള്ള ദീപാവലി കുറേ സ്വീറ്റ് മേടിച്ചു വെച്ച് കുറേ പേർക്ക് കൊടുക്കും. കുറേ സ്വീറ്റ് വീട്ടിൽ വന്നാൽ കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ മേടിച്ച് 1 കിലോ സ്വീറ്റ് മേടിച്ച് വീട്ടിൽ ആരെങ്കിലും 2-3 കിലോ കഴിക്കുമോ? ഇല്ല. അപ്പൊ ബാക്കി എല്ലാരും കഴിപ്പിക്കാനുള്ള മാർഗം എന്താ? നമ്മൾ 3 കിലോ മേടിച്ച് വേറൊരാൾക്ക് കൊടുക്കുക, അയാൾ 3 കിലോ മേടിച്ച് നമുക്കും തരും. ഇപ്പൊ തണുപ്പുള്ള രാജ്യങ്ങളിലുള്ള ഒരു ആഘോഷമാണ് എന്ത്? ദീപാവലി. കേരളത്തിൽ ദീപാവലി ഇല്ല, സ്വീറ്റ് വിൽപ്പന ഇല്ല അധികം, കാരണം ചൂടുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ആഘോഷങ്ങള് ഭാരതത്തിൽ ഇത്രയും കൂടുതൽ ആഘോഷം ഉണ്ടാവാൻ കാരണം എന്താ അറിയോ? തണുപ്പും ചൂടും വ്യത്യസ്തമായ ആചാരങ്ങളും ആഘോഷങ്ങളും ജനങ്ങളും കാസ്റ്റും എല്ലാം ഉള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേരളം. അതുപോലെ ഭാരതത്തിന്റെ പല സ്ഥലങ്ങൾ. ഡൽഹിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ, കാരണം എല്ലാ രാജ്യക്കാരും എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും അവിടെ വന്ന് തങ്ങിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാ ആഘോഷങ്ങളും ഉണ്ടാവില്ലേ? അപ്പൊ എല്ലാ ആഘോഷങ്ങളും വരുമ്പോൾ അതിന്റെ ചരിത്രം പഠിക്കുക, അതിന്റെ ജിയോഗ്രഫി പഠിക്കുക, അതിന്റെ കാലം പഠിക്കുക, അതിന്റെ കാരണം പഠിക്കുക. ഇതൊക്കെ അറിയാൻ ചോദ്യങ്ങൾ ചോദിക്കുക. കുറേ ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ളവരാണ് ഏറ്റവും നല്ല പഠിക്കാൻ കഴിവുള്ളവർ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? ഹൈദരാബാദിലാണ് ഞാനുള്ളത് ഇപ്പൊ. എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തും ചോദിക്കാം. എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. ചിലപ്പോ എന്താ ഉത്തരം എന്നറിയോ? മലയാള ഭാഷയിലെ 2ാമത്തെ അക്ഷരമായിരിക്കും ചിലപ്പോ എന്റെ ഉത്തരം. എന്താ മലയാള ഭാഷയിലെ 2ാമത്തെ അക്ഷരം? ആ. ഓക്കെ, ചോദിക്കൂ. ഓക്കെ, ഈ ഇരിക്കുന്ന കുട്ടികളിൽ എത്ര പേർക്ക് മലയാളം എഴുതാൻ അറിയില്ല? അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒരു ദിവസം കൊണ്ട് മലയാളം എഴുതാൻ ഞാൻ പഠിപ്പിക്കട്ടെ? ഒരു മെത്തേഡ് പറഞ്ഞു തരട്ടെ? ചെയ്യുവോ? പണി തന്നാ ചെയ്യുവോ? ചെയ്താ ഒരു ദിവസം കൊണ്ട് പഠിക്കാം. റെഡിയാണോ? യെസ് ഓർ നോ? ഓക്കെ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ അമേരിക്കയിലായിരുന്നു. അമേരിക്കയില് കേരളത്തിലുള്ള കുട്ടികള് കന്നഡിഗാസ്, തെലുങ്ക്, പഞ്ചാബി, ഗുജറാത്തി, അങ്ങനെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ മക്കൾക്ക് അവരുടെ ഭാഷയൊന്നും അറിയില്ല. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിച്ചു. അവരൊക്കെ എഴുതാൻ പഠിച്ചു. അത് അവിടുത്തെ പത്രത്തിലെ ട്രിബ്യൂണിൽ വന്നിരുന്നു. അവർ മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ എഴുതണത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു അസൈൻമെന്റ്, റൈറ്റ്?
നിങ്ങളുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബന്ധുക്കളുടെയും വ്യത്യസ്ത സ്ഥലങ്ങളും, അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ജനിച്ച നാട്, ഇപ്പൊ ജീവിക്കുന്ന നാട്, ഫ്രണ്ട്സിന്റെ പേര്, ഇതൊക്കെ മലയാള ഭാഷയിൽ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ഒന്ന് എഴുതാം. ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാം, എന്നിട്ടൊന്ന് എഴുതാം. ഇപ്പൊ നിങ്ങളുടെ മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ ചെറിയമ്മയുടെയോ ചെറിയച്ഛൻ്റെയോ അമ്മാവന്റെയോ അവരുടെ മക്കളുടെ അങ്ങനെ എല്ലാവരുടെയും പേരൊക്കെ എഴുതിയിട്ട് ഒരു വാട്സപ്പിൽ ഒരു പടം എടുത്തിട്ട് അവർക്കൊന്ന് അയച്ചു കൊടുത്താട്ടെ. മലയാളം എഴുതാൻ അറിയാത്ത ഞാൻ എഴുതിയതാണ്, കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതി അയച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു 30 ആളുടെ പേര് നിങ്ങൾ എഴുതാൻ പഠിച്ചാൽ മലയാള ഭാഷയിലെ കുറേ അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് വെച്ചിട്ട് കുറച്ചുകൂടി എഴുതാം. മലയാള മാസങ്ങൾ എഴുതി പഠിക്കുക, മലയാളത്തിലെ സ്റ്റാറുകൾ എഴുതി പഠിക്കുക, ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റുകൾ എഴുതി പഠിക്കുക, സ്കൂൾസിലെ ക്ലാസ്മേറ്റ്സിന്റെ പേര് എഴുതി പഠിക്കുക. ഈ വെക്കേഷനിൽ ഒരാഴ്ച മനക്കെട്ടാൽ ഹാഫ് ഡേ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ബാക്കി കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്താൽ ഒരു ഭാഷ നിങ്ങളുടെ കയ്യിൽ വരും. വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെയും ഞാൻ പറഞ്ഞോണ്ടിരിക്കാം. പറയും. യെസ്, ആസ്ക് മീ. സംബഡി വാണ്ടഡ് ടു ആസ്ക് സംതിങ്. യാ ആരാന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ജ്യോതിഷ എവിടെയാ താമസിക്കണേ? ജയശ്രീയുടെ മോള്. ഓ വണ്ടർഫുൾ. എവിടെ ജയശ്രീ ഉണ്ടോ അവിടെ? ഗുഡ്. ജ്യോതിഷ് ഇപ്പൊ എന്ത് ചെയ്യണു? വണ്ടർഫുൾ, വെരി ഗുഡ്, ഗുഡ് ഗേൾ. പറയൂ. നമ്മൾ കണ്ണാടിയാണ്. നമ്മുടെ ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഞാൻ തന്നെയാണ്. ഭഗവാനെ കാണേണ്ടത് നമ്മളിലൂടെയാണ്. ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ആരാണെന്ന് അറിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ എടുത്ത രമണ മഹർഷിയുടെ ഉപദേശസാരം എന്നൊരു പുസ്തകമാണ്. ആ ഉപദേശസാരത്തിന്റെ എസൻസ് തന്നെ യു നോ മീ എന്നാണ്. യു എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, ഞാൻ എന്നെ തന്നെ അറിയുക എന്നുള്ളതാണ്. ഭഗവത്ഗീതയുടെ എസൻസ് എന്ന് പറയുന്നതും എൻ്റെ ഉള്ളിലുള്ള എന്നെ ഞാൻ മനസ്സിലാക്കി എനിക്ക് ശക്തി ഉണ്ടാക്കി തരുവാണ്. എൻ്റെ അറിവിനെ ഞാൻ റിയലൈസ് ചെയ്യുന്നതാണ്. അതാണ് യോഗം. യോഗം എന്ന് പറഞ്ഞാൽ യോഗാസനയല്ല, ആസനം എക്സർസൈസ് ചെയ്യുന്നതല്ല യോഗ. യോഗ എന്ന് പറഞ്ഞാൽ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ആ സമാധിയിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടുന്നൊരവസ്ഥയുണ്ടാവും. അപ്പൊ എന്നെ കാണുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് മിറർ. ശങ്കരൻ പറഞ്ഞിട്ടുള്ളത് മിറർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പൊ എൻ്റെ മനസ്സിനെ ഞാൻ കാണുക എന്നുള്ളതാണ്. എൻ്റെ ഛായയെ ഞാൻ കാണാം, എൻ്റെ മിററിനെ ഞാൻ കാണാം. അതാണ് എൻ്റെ കൺസെപ്റ്റ്. ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എത്തിപ്പെടുക, അതിനുള്ള ശ്രമമാണ്. ലെറ്റ് മീ നോ മൈ ക്രിയേറ്റിവിറ്റി. എൻ്റെ ക്രിയേറ്റിവിറ്റിയെ ഞാൻ കണ്ടെത്തുക. ആ ക്രിയേറ്റിവിറ്റി കണ്ടെത്തണമെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ഭഗവാൻ ആരാന്നറിയോ? ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ വൈഫ് ആരാന്നറിയോ? സരസ്വതിയാണ്. അപ്പൊ വേറെവർ എഡ്യൂക്കേഷൻ ഈസ് ദർ യു ഗെറ്റ് ബ്രഹ്മാദർ. എഡ്യൂക്കേഷനെയും ക്രിയേറ്റിവിറ്റിയെയും കണക്ട് ചെയ്തിരിക്കുകയാണ്. യു ക്യാൻ ബി ഹൈലി ക്രിയേറ്റീവ് വെൻ യു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. അപ്പൊ എഡ്യൂക്കേഷനും ക്രിയേറ്റിവിറ്റിയും കൂടെ കൊണ്ടുപോവാം. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നൊരവസ്ഥയാണ് എന്നെ ക്രിയേറ്റീവ് ആക്കുക, നോട്ട് എക്സ്റ്റേണലി. ക്രിയേറ്റിവിറ്റി ഷുഡ് കം ഫ്രം ഇൻസൈഡ്. മനം ദർപ്പണ സമാനം.
ദർപ്പണം എന്ന് പറഞ്ഞാൽ മിററാണല്ലോ അല്ലേ? ദർപ്പണം എന്ന് പറഞ്ഞാൽ മിററല്ലേ? ഹിന്ദിയിലും ദർപ്പണം എന്നല്ലേ പറയാ? യാ, മനം ദർപ്പണ സമാനം. എൻ്റെ മനസ്സ് മിററാകുന്നു. ശങ്കരൻ പറഞ്ഞതാണ്, ആദിശങ്കരാചാര്യ. മനം ദർപ്പണ സമാനം. അത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവും പറഞ്ഞത്. അവനവനെ മിററിൽ കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. സർ, നമ്മുടെ കുമ്മനം രാജശേഖരൻ ജി വന്നിട്ടുണ്ട്. നമസ്കാരം. ടൈം ജസ്റ്റ് കുമ്മനം രാജശേഖരൻ ജി എത്തിന്നല്ലേ സുരേഷ് പറയുന്നത്? ഓക്കെ. ഓക്കെ, പക്ഷെ 2 മിനിറ്റ് എന്തോ മറ്റു ടൈം ഉള്ളൂ. ഓക്കെ യാ. ഓക്കെ സർ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഹലോ ആ, സർ, ഈ 4 മണി തൊട്ട് 5 മണി വരെയുള്ള ഫേസ്ബുക്ക് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും? എൻ്റെ ടെലിഫോൺ നമ്പർ ഞാൻ തരാം. അത് സുരേഷിന് അറിയാം. 944 ഒന്ന് എൻ്റർ ചെയ്തോളൂ, ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ. 944 74 ഓക്കെ 37 948. 948. ഇനി ഒരു 19 ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ ലോക്കൗട്ട് സമയത്താണ് 4 മണി മുതൽ 5 മണി വരെ. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഭഗവത്ഗീത ക്ലാസ്സുകളും ശ്ലോകങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ശ്ലോക ബൈ ശ്ലോക, അതും ഉണ്ട് യൂട്യൂബില്. DRTPS അതാണ് എൻ്റെ പേര്, ഇവിടെ കാണാം. DRTPS യൂട്യൂബിൽ പോയിട്ട് DRTPS, ഡോക്ടർ TPS, ടെമ്പറേച്ചർ പ്രഷർ സെക്കൻഡ്, TPS, ടോപ്പ് പോലീസ് സർവീസ്, DRTPS, DR ഫോർ ഡോക്ടർ. കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ TPS എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിലോ ഒന്ന് തപ്പി നോക്കിയാൽ മതി. ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരുകയും ചെയ്യാം. ആ ആ ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. 944 944 944 7474 37 948 948. നിങ്ങൾ വെറുതെ ഡോക്ടർ TPS അടിച്ച് ഗൂഗിളിൽ നോക്കിയാൽ എൻ്റെ നമ്പർ കാണും. അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഡോക്ടർ TPS അടിച്ചാൽ മതി. ഒരു 2000-ലധികം യൂട്യൂബുകളുണ്ട്. ജീവിക്കണമെന്നാണ് ഈ കഥ നമ്മളെ പഠിക്കുന്നത്. വിഷുവാണ് നമ്മളിലുള്ള ദൈവീകത തേച്ച് മിനുക്കുവാനുള്ള സമയമാണ്. അത് തേച്ച് മിനുക്കി ഈ അടുത്ത് നമുക്ക് വളരെ നന്നായി ഈശ്വരത്തോട് നിങ്ങളെ ഓർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം. സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ പറയാം. എനിക്കൊരു ചെറിയൊരു ചോദ്യമുണ്ട്. ഓ, നമ്മുടെ ഈ ഫെബ്രുവരിയിൽ ലീപ് ഇയർ വരുന്നുണ്ട്, 29 days. ആ അപ്പൊ ഈ ഒരു വാരിയേഷൻ ആ നമ്മുടെ മലയാളം കലണ്ടർ നോക്കുമ്പോൾ ചന്ദ്രമാസം നോക്കുമ്പോഴും ഈ ഇംഗ്ലീഷ് കലണ്ടർ നോക്കുമ്പോഴും ഒരു വാരിയേഷൻ വരുന്നുണ്ട് ഡേറ്റ്സിന്റെ. ഉണ്ട്. അപ്പൊ ഈ 29 4 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത്. ആ വാരിയേഷൻ ഒന്ന് എന്തുകൊണ്ടാണ് വരുന്നത്? ആ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. കാരണം 29 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവർക്ക് 4 വർഷം കഴിഞ്ഞാലേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഒരു പരാതിയാണ് ഒരാൾ പറഞ്ഞിരുന്നു. ഈ 365 365.25 ആണ് എർത്ത് ഒരു പ്രാവശ്യം സണ്ണിനെ സർക്കംപ്ലേറ്റ് ചെയ്യാനുള്ള സമയം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഈ 4 ദിവസം എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട്
4 കാല് വരുമ്പോഴേ ഒരു ദിവസമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മലയാളം കലണ്ടറിലും സൺ കലണ്ടർ ആയാലും മൂൺ കലണ്ടർ ആയാലും വെർണാക്കുലർ കലണ്ടറുകളിൽ ഈ വ്യത്യാസമില്ല. കാരണം നമ്മുടെ ദിവസം തുടങ്ങുന്നത് രാത്രി 12 മണിക്കല്ല. ഒരു വർഷത്തെ നാഴികയും വിനാഴികയും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ 60 നാഴികയായി കണക്ക് കൂട്ടി ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരേ സ്റ്റാർ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം നമ്മുടെ കലണ്ടർ നോക്കിയാൽ. അപ്പൊ 2 തരത്തിലുള്ള കമ്പ്യൂട്ടേഷൻസ് ആണ്. ഒന്ന് തിഥി, ഏകാദശി, ദ്വാദശി എന്നൊക്കെ പറഞ്ഞ് തിഥി, അതാണ് നമ്മുടെ കൗണ്ട് ഓഫ് ഡേയ്സ്. മറ്റൊന്ന് സ്റ്റാർ. ഈ 2 കലണ്ടറുകളും മിക്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ഏറ്റവും ഉദാഹരണം, നമ്മൾ ഒരാളുടെ ബർത്ത്ഡേ പറയുമ്പോൾ സ്റ്റാർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന മാസം ഇന്ന തിഥിയും കൂടി പറയണം. അത് നമ്മൾ സാധാരണ പറയാറില്ല എന്ന് മാത്രം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ അതിൽ നമ്മുടെ യുഗവർഷം അല്ലെങ്കിൽ യുഗദിനം എന്നാണ് പറയാ നമ്മൾ. അവിടെ വർഷം കമ്പ്യൂട്ടേഷൻ ഇല്ല. അതുകൊണ്ട് ഈ റെപ്പീറ്റേഷനും ഒന്നും പ്രോബ്ലം ആയിട്ട് വരില്ല നമുക്ക്. അപ്പൊ ശരിക്ക് സയന്റിഫിക് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസ് ഭാരതീയമായിട്ടുള്ള സ്റ്റാർ, തിഥി, ഈ കൗണ്ടുകളിലേ ഉള്ളൂ. ഇംഗ്ലീഷ് വർഷം എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആക്യുറേറ്റും സയന്റിഫിക്കും ഒരു റീസണിങ് പറയണമെങ്കിൽ അതേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ ജയന്തി പറയുന്നത് അഷ്ടമി രോഹിണി എന്നാ പറയാ, ആണോ അല്ലയോ? അഷ്ടമി എന്ന് പറയുന്ന തിഥിയും രോഹിണി എന്ന് പറയുന്ന സ്റ്റാറും അത് ജോയിൻ ചെയ്യുന്ന ദിവസം. അങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കൊണ്ട് നമുക്ക് കൃഷ്ണന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമായി. മക്കൾക്കൊരു തമാശയുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങളൊക്കെ എനിക്കൊരു വാട്സപ്പ് അയക്കുകയാണെങ്കിൽ ഞാൻ ഒരു ബ്ലോഗിന്റെ ലിങ്ക് അയച്ചു തരാം. അതല്ലെങ്കിൽ ബയോഡാറ്റ ലോർഡ് കൃഷ്ണ, ഭഗവാന്റെ ബയോഡാറ്റ, എപ്പോഴാ ജനിച്ചത്, എപ്പോഴാ ലോകം വിട്ടു പോയത്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ്, ബയോഡാറ്റ ഓഫ് ലോർഡ് കൃഷ്ണ എന്നുകൊണ്ട് ഞാൻ ഒരു ബ്ലോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്തത്? അഷ്ടമി രോഹിണി നോക്കിയിട്ട് പിന്നാട്ടോ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ഡേറ്റ് നമുക്ക് കിട്ടി. അഡ്മിനിസ്ട്രേറ്റീവ് കലണ്ടർ ആണ് ഇംഗ്ലീഷ് കലണ്ടർ. സ്റ്റാറും സണ്ണും മൂണും പ്ലാനറ്ററിയും കോസ്മോളജിയും അസ്ട്രോണമിയും ഒക്കെ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള കലണ്ടറാണ് ഭാരതീയമായിട്ടുള്ള കലണ്ടർ. ഇതൊന്ന് വ്യക്തമായും തോന്നുന്നു. വിഷുഗാനം പഠിച്ചിട്ടുണ്ടോ? വിഷുപ്പാട്ട് അറിയോ? ആരെങ്കിലും ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടോ? വരട്ടെ വരട്ടെ, ഏതെങ്കിലും ഒരു ശ്ലോകം കൂടി ചൊല്ല് ഭഗവത്ഗീതയിലെ. ആര്യ ചൊല്ലു. अच्छा नित्ययुक्त उपासते श्रद्धया परयोपेताः ते मे युक्ततमा मताः ये त्वक्षरमनिर्देशम् अव्यक्तं पर्युपासते सर्वत्रगमचिन्त्यं च कूटस्थमचलं ध्रुवं तन्नियं वेन्द्रियग्रामं सर्वत्र
समबुद्धयः ते प्राप्नुवन्ति मामेव सर्वभूतहिते रताः क्लेशोऽधिकतरस्तेषाम् अव्यक्तासत्त्वचेतसाम् अव्यक्ता हि गतिर्दुःखम् देहवाभिरवाप्यते ये तु सर्वाणि कर्माणि मयि सन्न्यस्य मत्पराः अनन्येनैव योगेन मां ध्यायन्त उपासते तेषामहं समुद्धर्ता मृत्युसंसारसागरात् भवामि न चिरात् पार्थः मय्यावेशितचेतसाम् അത്ര അറിയത്തുള്ളൂ. ഇതാരാ ചൊല്ലിയത്? ഇതാരാ ചൊല്ലിയത്? വണ്ടർഫുൾ. അത്രേ അറിയുള്ളൂ എന്നല്ല പറയേണ്ടത്, അത്ര അറിയാമെന്ന് പറയണം. ഓക്കെ. ഇപ്പൊ അമൃത ടിവിയിൽ വരുന്ന ഒരു പ്രോഗ്രാം കാണാറുണ്ടോ? ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടായിരുന്നു 21 ഡേയ്സിൽ ലോക്ക്ഡൌൺ. അപ്പൊ നമ്മുടെ 12-ാം അധ്യായം 20 ശ്ലോകം ദിവസം ഓരോ ശ്ലോകം വെച്ച് ഉത്തരപ്പെടുത്തിക്കുന്നത്. വണ്ടർഫുൾ. ഭക്തിയോഗം. കമ്മിറ്റി മെമ്പർ സുനിത ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളെ. സുനിതാജി നമസ്തേ. സുനിതാജി നമസ്തേ. നമസ്തേ, കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശം കൊടുക്കാം സുനിതാജി? മാർഗനിർദ്ദേശം എന്താ, കുട്ടികളോട് എല്ലാവരോടും ഞാൻ വിഷു ആശംസകളാണ് ആദ്യം പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഈ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുകയാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് കാണാനും ഈ ഒരു ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പുതിയ ടെക്നോളജിയുടെ കൂടെ എല്ലാവരും കാണാനും നമുക്ക് സാധിക്കും. അത് വലിയൊരു കാര്യമാണ്. എപ്പോഴും നമ്മള് ഇപ്പോഴും ഒരു ടച്ചിലിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മള് വെറുതെ അടച്ചു കൂട്ടിയിരിക്കണല്ലേ കുട്ടികളെ അല്ലേ? ഇപ്പൊ കൂട്ടുകാരൊക്കെ ഈ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ വീണ്ടും മനസ്സിലാക്കാനുണ്ട് അല്ലേ? കുറെ കാര്യങ്ങൾ ഇപ്പൊ ഡോക്ടർ സാർ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? എത്ര രസകരമായിട്ട് എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കതെല്ലാം മനസ്സിലാക്കാൻ വലിയൊരു അവസരമാണ് കിട്ടിയത്. ഞാൻ സാറിനെ ആദ്യമായിട്ടാണ് നമ്മുടെ ബാലവല്ലത്തിൽ ഇങ്ങനെ ആൾക്കാർ നമ്മളുടെ ഈ ഉത്സവത്തിന്റെ സമയത്ത് തന്നെ ഇങ്ങനെ സാറ് നമുക്ക് കുറെ കാര്യങ്ങൾ വരാനായിട്ട് വന്നത് എനിക്ക് ഇന്ന് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിഷുവിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ആചാര്യങ്ങളോട് കൂടി പോകണമെന്ന് ഞാൻ മുമ്പുള്ള ഒരു ക്ലാസ്സിൽ അതൊക്കെ നമ്മുടെ നമ്മൾ പാലിച്ചു. നമ്മുടെ ബാലവല്ലത്തിന്റെ വിഷുവായാലും ഓണമായാലും അല്ലേ, പിന്നെ നമ്മളെല്ലാവരും വർഷത്തിലൊരിക്കൽ എല്ലാവരും ഒരുമിച്ച് കൂടുതലും കുട്ടികളുടെ പ്രോഗ്രാമുകൾ മ്യൂട്ടാക്കിയല്ലോ. പെട്ടെന്ന് മ്യൂട്ടാക്കി ഇടയിൽ തന്നെ പോയി തന്നെ ഇടയിൽ കേൾക്കണ്ടോ? കേൾക്കാനുണ്ട്. അതെല്ലേ. അപ്പൊ എനിക്ക് കുട്ടികളോട് പിന്നെ എന്ത് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നമ്മുടെ ഇത് ബാലഗോകുലത്തിൽ നമ്മളോട് പറഞ്ഞിരുന്നല്ലോ ഇന്നത്തെ വിഷുക്കണി എന്താണെന്ന് പറഞ്ഞ വിഷുക്കേട്ടം നമ്മുടെ നാടിന് അല്ലേ, നമ്മുടെ നാടിന് എല്ലാവരും വിഷുക്കേട്ടം നമുക്ക് ഇന്ന് 1 രൂപയായാലും 10 രൂപയായാലും 100 രൂപയായാലും അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ കെയർസിലേക്ക് നമ്മൾ ഇന്ന് PM കെയർസിലേക്ക് കൊടുത്തില്ലേ കുട്ടികളെല്ലാവരും അല്ലേ? അതിൽ നമ്മൾ എന്താണ് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മളുടെ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു തുടക്കം ഇവിടുന്ന് ആവട്ടെ, നമ്മുടെ കുട്ടികളുടെ ബാലവല കുട്ടികളുടെ
അതാണ് എനിക്ക് നിങ്ങളുടെ വിഷു എന്നുള്ള ഈ സന്ദർഭത്തിലൂടെ പറയാനുള്ളത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും വിഷു ആശംസകൾ. നമസ്തേ. നമസ്തേ. ഐശ്വര്യ ഒരു പാട്ട് പാടാമോ? പാട്ട് പാടേ. സത്യനാഥൻ അങ്കിൾ ഞാൻ പാടട്ടെ? പഠിക്കോ. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. പാകച്ചാർത്തു കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നോരുടൽ കാണണം. പാകച്ചാർത്തു കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നോരുടൽ കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ആകതിയാമടിയന്റെ അശ്രു വീണു കൂതിർന്നോരി ആവിൽ പോരി കൈക്കൊള്ളുവാൻ കണി കാണണം. ആകതിയാമടിയന്റെ അശ്രു വീണു കൂതിർന്നോരി ആവിൽ പോരി കൈക്കൊള്ളുവാൻ കണി കാണണം. Thank you. ഇതാരാ പാടിയത്? സ്നേഹ. സ്നേഹ. അശ്രു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സ്നേഹേ കണ്ണുനീർ. ഓക്കെ. വാഗച്ചാർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അസലായിട്ട് പാടി, നന്നായിട്ട് പാടി. പക്ഷേ ചെത്തി, മന്ദാരം, തുളസി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെത്തി, മന്ദാരം, തുളസി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മാലയിട്ടിട്ടുള്ള കൃഷ്ണനെ കണ്ടുകൊണ്ട് വേണം ഇത് ചൊല്ലാൻ. നമ്മുടെ ചൊല്ലുന്നതിന്റെ ലെവല് വ്യത്യാസമുണ്ട്. ഒന്ന് ശബ്ദം, ആ ശബ്ദത്തിൽ ചൊല്ലാൻ പറ്റും ആർക്കും. ഒരു ഭാഷ അറിയാത്ത ഒരാൾക്കും ഏത് ലാംഗ്വേജിലും ചൊല്ലാം, പാട്ട് പാടാം. പക്ഷെ അതിന് അർത്ഥം അറിയില്ല. അർത്ഥം അറിയുന്ന ലെവലിനെ നെക്സ്റ്റ് ലെവൽ എന്നാ പറയാം. ശബ്ദതലം, അർത്ഥതലം, ഭാവതലം, അങ്ങനെ ഡിഫറെന്റ് തലങ്ങളിൽ എത്തണം നമ്മുടെ പഠനം.
ഇപ്പൊ ഭഗവത്ഗീത ഭക്തി യോഗം ചൊല്ലുമ്പോ അത് വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. അത് ഭക്തി യോഗാണെന്നും ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്, അതിന് മുമ്പ് എന്താ പറഞ്ഞത്, അതിന് ശേഷം എന്താ പറഞ്ഞത്. എൻ്റെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞിരിക്കുന്ന അവിൽപ്പൊതി ഞാൻ തരികയാണ് എന്ന് പറയുമ്പോ കൃഷ്ണന് അവിൽപ്പൊതി കൊടുത്തത് ആരാ? കുചേലൻ. എന്തുകൊണ്ടാ കുചേലന് കുചേലൻ പേര്? ചേല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചേല ചേല എന്ന് പറഞ്ഞാൽ ഡ്രസ്സാണ്. കുചേല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കു എന്ന് പറഞ്ഞാൽ മോശം എന്ന അർത്ഥം. കുചേലൻ എന്ന് പറഞ്ഞാൽ മോശം ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആള് എന്നുവെച്ചാൽ പാവപ്പെട്ട മനുഷ്യൻ എന്ന അർത്ഥം. അയാളുടെ പേരിൽ തന്നെ പാവപ്പെട്ട മനുഷ്യനാണെന്നുണ്ട്. എന്ത് രസാന്ന് നോക്കൂ നമ്മുടെ ഭാഷ. അതിന്റെ വാക്കുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് അർത്ഥം ശരിക്കും മനസ്സിലാവും. അതും കൂടി മനസ്സിലാക്കിയിട്ട് ചൊല്ലാം, അപ്പൊ അസ്സലാവും. ഓക്കെ, അപ്പൊ ഭാവം വരും, അർത്ഥം വരും, ഭാഷ നന്നാവും, നമുക്ക് സങ്കല്പങ്ങൾ ഉണ്ടാവണം. എന്തുണ്ടാവണം? ചൊല്ലുമ്പോഴും പറയുമ്പോഴൊക്കെ സങ്കല്പം. എന്താ പേര്? മോളുടെ പേരെന്താ? ഞാൻ ഇപ്പൊ സ്നേഹയോട് വർത്താനം പറയുമ്പോ സ്നേഹയുടെ മുഖം കാണുമ്പോ ഒരു ഇയാളോടാ പറയണമെന്ന് എനിക്ക് തോന്നില്ലേ? ആളെ കാണാണ്ട് ശബ്ദം മാത്രം കേട്ടാലോ അത്ര സുഖം ഉണ്ടാവുമോ? ഇല്ല. അതുപോലെയാ നമ്മൾ ചൊല്ലുമ്പോ കൃഷ്ണൻ ശരിക്ക് കേൾക്കണമെങ്കിൽ, നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഈ പറയുന്ന രൂപങ്ങളൊക്കെ അതിനകത്ത് വേണം. അത് വെച്ചിട്ടൊന്ന് ചൊല്ലി നോക്കിയാൽ എന്ത് രസം ഉണ്ടാവും. അതിന് അർത്ഥം അറിയാത്തുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക, ആരോടെങ്കിലും ചോദിക്കുക, എവിടെയെങ്കിലും ഗൂഗിൾ ചെയ്യാം. എന്നിട്ട് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? 9447437948. ഗുഡ്. നമുക്ക് നോയുടെ ബാലകോളത്തിൽ നിന്ന് നമ്മുടെ മധുജി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അദ്ദേഹത്തിന് കൂടെ വിശ്വസിക്കാനായിട്ട് മധുജി നമസ്കാരം. മധുജി കാണില്ല. ഒരു ആശംസ വാക്കുകൾ കുട്ടിക്ക് വേണ്ടിട്ട്. ഹലോ, സൗണ്ട് വരുന്നില്ല അല്ലേ? മധുജി, കുട്ടികൾക്ക് വേണ്ടി ഒരു ആശംസ വാക്ക് പറയൂ. ഹലോ, കേൾക്കില്ല. പാട്ട് പാടണ്ടോ നല്ല കുട്ടികള്? ഹലോ, പാടുന്നുണ്ടോ? മധുജി അൺമ്യൂട്ട് ആയിരുന്നു ആള്. അൺമ്യൂട്ട് ചെയ്തിട്ട് പാടിക്കും. ഓക്കെ. അല്ലല്ല അൺമ്യൂട്ട് ആയിരുന്നു മധുജി. ഒരു കുട്ടി സതീഷിന്റെ മകള് അഞ്ജലി പാട്ട് പാടുന്നുണ്ടോ? ഓക്കെ, പാടിക്കോ. സൗണ്ട് ഞാൻ വിളിക്കാം. ഓക്കെ. ചുണ്ട പിളർക്കുന്നേരം ഉണ്ണിക്കൈ തന്ന
ഉണ്ണിക്കൈ തന്നില്ലേ പെണ്ണതാൻ കൊണ്ട് പോണമ്മയപ്പോൾ എന്നെ കണ്ടൊരു കണ്ണം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചെന്നാൽ മറ്റേ കൈ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ ഹലോ മോളുടെ പേരെന്താ? പേര് പറഞ്ഞോ? ഹലോ, ആ പേര് പറഞ്ഞോ, പേര് പറഞ്ഞോ. അത് തെറ്റായിരുന്നു. സാരില്ല, പേര് പറഞ്ഞോളൂ. അത് തെറ്റായിരുന്നു. എന്ത് പേര് ശരിയായിട്ട് പറഞ്ഞാ മതി. പേര് ശരിയായിട്ട് പറ. നിന്റെ പേര് പറ. അഞ്ജന. ആ ശരിയായിട്ടുണ്ട്. ആ അഞ്ജന, ഓക്കെ. മധുജി സൗണ്ട് ശരിയാവോ? നമസ്കാരം. നമസ്കാരം. ഹലോ ആ, പറയൂ. കേൾക്കാമോ? ഓ കേൾക്കാം. മധു എസ് നായർ കേൾക്കാം. വാക്കുകൾ പോയോ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മധുവാണ്. ഹലോ ആ കേൾക്കാം, കാണാം. കേൾക്കുന്നുണ്ട്. നമസ്കാരം. എല്ലാവർക്കും എന്റെ വിഷു ആശംസകൾ നേരുന്നു. ഈ ഒരു അവസരത്തില് ഇതുപോലെ തന്നെ ഓൺലൈനിൽ കൂടി നമുക്ക് ഒന്നിച്ചിരിക്കുവാനും ഒന്നിച്ച് സംവദിക്കുവാനുള്ള ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ. ഈ നല്ല ദിവസത്തില്, പുണ്യ ദിവസത്തില് നമുക്ക് അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ലെങ്കിലും അമ്പലങ്ങളിൽ പോകുന്ന രീതിയിൽ പോയതിനേക്കാളിലും ഉപരിയായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് ഈ അവസരത്തിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിന് ഞാൻ ഈ ബാലഗോകുലത്തിൽ എത്തിയിട്ടുള്ള, ഈ ഓൺലൈനിൽ എത്തിയിട്ടുള്ള കുട്ടികളുടെ എല്ലാ ഗുരുക്കന്മാരോടും ഞാൻ അതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ നോഡിലേക്കും പല കുട്ടികൾക്കും ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു. 1-2 പേര് ഇതിനകത്തില് ലിങ്ക് ആയിട്ടുണ്ട്, ബാക്കിയുള്ളവരെ ഒന്നും ലിങ്ക് ആയിട്ടില്ല. ഈ അവസരത്തില് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ, എല്ലാ ഗുരുക്കന്മാരെല്ലാം പറഞ്ഞു. എങ്കിലും കുട്ടികളെല്ലാം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നല്ല രീതിയിൽ വിഷു ആഘോഷിക്കുക. വീട്ടിലിരുന്നുകൊണ്ട് എല്ലാവർക്കും എന്റെ വിഷു ആശംസകൾ നേരുന്നു. എല്ലാം നല്ല ഉയർച്ചയിലേക്ക് ഉണ്ടാവട്ടെ, നല്ല ഉയർച്ചയായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു. നമസ്തേ. എന്റെ പേര് സത്യനാഥനാണ്. ഞാൻ ഈ എന്റെ സംസ്ഥാനം ഞാൻ അഡ്രസ് ചെയ്യാൻ നമ്മുടെ ഡോക്ടർ TP ശശികുമാർജിയാണ്. ശശികുമാർജിക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഓർക്കണ്ട്, മുഖം പരിചയമുണ്ട്. ഡൽഹിയിലുണ്ടായിരുന്നപ്പോൾ അവിടെ പല പ്രാവശ്യം ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ആ ഷാജഹാന്റെ പ്രസക്തികളും മറ്റേ ഫേസ് വണ്ണിലൊക്കെ വന്നപ്പോഴും പിന്നെ നമ്മുടെ ബാലകുല ക്ലാസ്സിലൊക്കെ വന്നപ്പോഴേ, അതെ, പിന്നെ കാലക്രമേണ നമ്മുടെ 2 ഡിപ്പാർട്ട്മെന്റ് ആയിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വളരെ ഭാഗ്യവശാൽ ഈ വിഷു അവസരത്തില് സംസാരിക്കാൻ സമ്മതിക്കാൻ പറ്റി. കുട്ടികൾക്ക് വളരെ അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞു തന്നിരിക്കുന്നതിലൂടെ. നമ്മൾ കഴിയുന്നതും ഈ ഇൻഫർമേഷൻ ബാക്കിയുള്ള കുട്ടികളിലേക്ക് ഡിസമിനേറ്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. ഡോക്ടർ സാറിന്റെ ചെറിയ പണ്ടത്തെ ബുക്സൊക്കെ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ബുക്സ് ഇന്ന് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കുറെ പുസ്തകങ്ങളുണ്ട് ഇപ്പോ. അത് തന്നെ, യെസ്. സിവിൽ സർവീസ് ഹാൻഡ് ബുക്ക്, ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് കുട്ടികൾക്കുള്ള. അപ്പൊ വളരെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു നല്ലൊരു സുദിനത്തില് അതിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. വളരെ വിലയേറിയ സമയം ചെലവഴിച്ച് ഇതിനു വേണ്ടി ഇങ്ങോട്ട് വന്ന് നമുക്ക് കുട്ടികളെ അധികം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇന്ന് നെറ്റ്വർക്ക് വളരെ ബിസിയാണ്. കുറെ പേരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ആരും കിട്ടുന്നില്ല. കാരണം എല്ലാവരും ബിസിയാണ്. നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്റ്റാർട്ടിങ്ങിലും എനിക്ക് വലിയ പ്രോബ്ലം ഉണ്ടായി, ചെയ്യാൻ പറ്റാത്തത്. അപ്പോ വന്നവർക്കൊക്കെ നന്നായി നന്ദി, നമസ്കാരം.
ഇങ്ങനെ ഓർത്തതിലും സുരേഷ് കണക്ട് ചെയ്യിപ്പിച്ചതിലും പുതിയ മുഖങ്ങൾ കണ്ടതിലും പഴയ മുഖങ്ങൾ പിന്നെയും കണ്ടതിലും ഒക്കെ സന്തോഷം. ഞാൻ ഈ ക്വാറന്റൈനിലായിട്ട് കുറേ കൊല്ലായി. ഡൽഹി വിട്ടപ്പോഴേ റിട്ടയർ എടുത്തു. ഞാൻ ഫുൾ ടൈം റിട്ടയർമെന്റും സോഷ്യൽ സർവീസും. അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനൊക്കെ കിട്ടുന്നല്ലോ. അതൊക്കെ 20-25 കൊല്ലം മുമ്പുള്ള സംഭവങ്ങളാ. പിന്നെ നമുക്ക് സെക്രട്ടറിയോട് സമയമില്ല. അപ്പൊ സെക്രട്ടറി മുരളീധരൻജിയോട് നന്ദി പറഞ്ഞിട്ട് നമുക്കിത് സമാപിക്കാം. സെക്രട്ടറി മുരളീധരൻജി പ്ലീസ്. ഹലോ, ഇത് അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഈ വിഷു സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരോടും ബാലവർദ്ധന പേരിൽ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ ശശികുമാർജിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇവിടെ പങ്കെടുത്ത നമ്മുടെ രക്ഷാകർത്താക്കളുണ്ട്, കുട്ടികളുണ്ട്, പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്ത നമ്മള് മംഗളമാണ്. എല്ലാവരും മംഗളം ചെയ്യാം. ഓം സർവേ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഡോക്ടർ സാറിന്റെ സർവീസ് നമ്മൾ വീണ്ടും ആയിരിക്കും. ബുദ്ധിമുട്ടില്ലാത്തപ്പോഴും ഓർക്കുക. പല കാര്യങ്ങളും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണില്ല. നമ്മൾ ശാസ്ത്രീയമായ വഴി നമുക്ക് അറിയില്ല. കുട്ടികളൊക്കെ സയന്റിഫിക്കലി ആലോചിക്കുന്നതാണ്. കാരണങ്ങൾ പറഞ്ഞ കുട്ടികൾക്ക് ശരിക്കും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ സയന്റിഫിക്കലി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അവർ മനസ്സിലായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള അവസരങ്ങളിൽ സാറിന്റെ സഹായം വളരെ അത്യാവശ്യമായിട്ട് വരും. അപ്പൊ അതിനുവേണ്ടി ഓക്കെ. പറയാനുണ്ടോ? ഹോസ്റ്റ് പോയോ? ഇല്ല, ഹോസ്റ്റ് ഇവിടെ ഉണ്ട്. വളരെ നന്ദി സാറിന്. സന്തോഷം. ശരിക്കും ഒരു അനുഗ്രഹമായിരുന്നു ഈ ഒരു വിഷുദിനത്തിൽ സാറിന് നമുക്ക് കിട്ടിയത്. നമ്മളോട് വളരെ നന്ദി. ശരി, എന്നാ എൻഡ് ചെയ്യാൻ പറ്റി. നമുക്ക് 1 മിനിറ്റോടെ ഇതിൽ കാണുന്നുള്ളൂ. എൻഡ് ചെയ്തേക്കട്ടെ. ബൈ. താങ്ക് യു.